ഹായ് ഓൾ. നമുക്കറിയാം കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഓപ്പണിങ്ങുകളാണ് കേരള PSC-യിൽ ഈ അടുത്തിടെയായിട്ട് നോട്ടിഫിക്കേഷനോടെ വരികയും നിങ്ങൾ അപേക്ഷിക്കുകയും ചെയ്തത്. പലപ്പോഴും ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയൊരു വീഴ്ച എന്ന് പറഞ്ഞാൽ നിലവിൽ PSC കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. നിങ്ങൾ പരീക്ഷ എഴുതുമോ ഇല്ലയോ എന്നൊരു കൃത്യമായിട്ടുള്ളൊരു ഉറപ്പ് നൽകലാണ്. ഇത് നൽകാൻ നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾ വിട്ടുപോകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ ജോലി തിരക്ക് കൊണ്ടോ അതിനിടയിൽ മെസ്സേജുകൾ വരുന്നത് ഇഗ്നോർ ചെയ്യുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കൺഫർമേഷൻ നൽകാതിരുന്നാൽ നിങ്ങൾ ഈ ഒരു എക്സാമിനേഷനിൽ എലിജിബിൾ അല്ലാതെ മാറും. നിങ്ങൾക്ക് പിന്നീട് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു പിടി എക്സാമുകൾക്ക് കൺഫർമേഷൻ തീയതി വന്നിട്ടുണ്ട്. ഈ ഒരു എക്സാമിനേഷന് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 18/3/2026 ആണ്. ഈ എക്സാമുകൾ മുഴുവൻ നടക്കുന്നത് 20/5/2026 അതായത് ഓൾറെഡി കൺഫർമേഷൻ തീയതിയും വന്നിട്ടുണ്ട്, ഒപ്പം തന്നെ എക്സാമിനേഷന്റെ തീയതിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വന്നിരിക്കുന്നു. ഇതിൽ ഏതൊക്കെയാണ് എക്സാമിനേഷനുകൾ എന്ന് നോക്കാം. ആദ്യമായിട്ട് അസിസ്റ്റന്റ് പ്രോഗ്രാമർ എന്ന് പറയുന്ന പോസ്റ്റാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്കാണ്. കാറ്റഗറി നമ്പർ 440/2025 എന്ന നമ്പറിലാണ് വന്നിരിക്കുന്നത്. അടുത്തത് 460/2025 എന്ന നമ്പറിൽ വന്നിരിക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തന്നെ മത്സ്യഫെഡിലേക്കുള്ളതാണ്. അടുത്തത് ഡെപ്യൂട്ടി മാനേജർ IT റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, അതും മത്സ്യഫെഡിലേക്കാണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 268/2025 ആണ്. അടുത്തത് മാനേജർ IT കാറ്റഗറി നമ്പർ 609/2025, അതും മത്സ്യഫെഡിലേക്ക് തന്നെയായിരുന്നു. അടുത്തത് അസിസ്റ്റന്റ് മാനേജർ മത്സ്യഫെഡിലേക്കാണ്, 614/2025 എന്ന നമ്പറിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇവയ്ക്ക് ഓരോന്നിനും സെപ്പറേറ്റ് കൺഫർമേഷൻ നിങ്ങൾ നൽകണം. ഇവ മുഴുവൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് കൺഫർമേഷൻ നൽകാൻ ബാധ്യസ്ഥരാണ്. അല്ലാത്ത പക്ഷം ആ കൊടുക്കാത്ത എക്സാമിനേഷൻ നിങ്ങളെ കൺസിഡർ ചെയ്യില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പറയുന്ന 5 പോസ്റ്റിലേക്കും നിങ്ങൾ അപേക്ഷ നൽകുക, കൺഫർമേഷൻ നൽകുക, കൺഫർമേഷൻ നൽകി ഉറപ്പ് വരുത്തുക. ഇനിയും നിങ്ങൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കയറിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കൺഫർമേഷൻ നൽകിയിട്ടുണ്ട് എന്നത് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഡേറ്റ് ഒന്നുകൂടി പറയാം, 18/3/2026 ആണ്. എക്സാം ഡേറ്റ് 20/5/2026 ആണ്. അതായത് എക്സാമിനേഷന്റെ തീയതി നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങൾ കൃത്യവും വ്യക്തമായ ഒരു പഠന മാതൃക ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാമിനേഷനിൽ ക്രാക്ക് ചെയ്യാൻ കഴിയും. ഗവൺമെന്റ് സർവീസിൽ കയറുന്ന ഒരു IT പ്രൊഫഷണലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ജോബ് സെക്യൂരിറ്റി ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല സാലറിയിൽ തന്നെ നിങ്ങളുടെ ലൈഫ് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ നന്നായിട്ട് തന്നെ പ്രയോജനപ്പെടുത്തുക. അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടി ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ട് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് MCA ആൻഡ് IT എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക്. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന വിവിധ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് എക്സാമിനേഷനും കേരള PSC എക്സാമിനേഷനും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഈവൻ കമ്പ്യൂട്ടർ സയൻസ് നെറ്റ് എക്സാമിനേഷനും ഈ ബുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിനോടകം നടന്നിട്ടുള്ള എല്ലാ എക്സാമിനേഷൻ്റെയും മുൻവർഷ ചോദ്യ പേപ്പറുകളും അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള പേപ്പറുകളും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഈ ഒരു സിസ്റ്റം നിങ്ങളെ എക്സാമിലേക്ക് വളരെയധികം ഈസിയായിട്ട് എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. എക്സാമിനേഷൻ നല്ലൊരു റാങ്കിൽ എത്താൻ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് വാങ്ങാൻ കഴിയും. അതിന് ഈ കാണുന്ന ലിങ്ക് വഴി, താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്താൽ മതിയാവും. പർച്ചേസിംഗ് ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഇതിന്റെ എമൗണ്ട് ആയിട്ടുള്ള 750 രൂപയും അതിന്റെ കൊറിയർ ചാർജും കൂടിയേ നിങ്ങൾക്ക് ഇതിന്റെ പേയ്മെന്റ് ആയിട്ട് വരികയുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അടൂരെ ക്യാമ്പസ് വഴി ഇത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ബുക്കിന്റെ വില വരുന്നത് 750 രൂപ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇനിയും പഠനത്തിന്റെ ആവശ്യമാണ്. ഇനിയുള്ള സമയം കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്ത് പഠിക്കുന്നതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിന്റെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മാറിയ സാഹചര്യത്തിൽ സമയം മാറിയിരിക്കുന്നു. ഇനിയുള്ള സമയത്ത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പഠനം മുമ്പോട്ട് കൊണ്ടുപോകണം. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായിട്ടൊരു ധാരണയില്ല, പഠനം ശരിയായ ദിശയിലല്ല എന്നൊക്കെ തോന്നുന്നെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ പഠനം ശരിയായ രീതിയിലാണോ എന്ന് മനസ്സിലാക്കാനും ഇപ്പോൾ ഈ ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് അവസാന ലാപ്പിൽ ഈ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ട് നടത്തുന്ന റിവിഷനും ഒപ്പം തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന എക്സാം പ്രാക്ടീസുകളൊക്കെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അവസാന ഘട്ടമാണ് പരീക്ഷയിലെ റാങ്കിനെ തീരുമാനിക്കുന്നത്. നിങ്ങൾ എത്ര തന്നെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും അവസാന സമയങ്ങളിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്കൗട്ട് ചെയ്യുകയും കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കളക്ട് ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ എക്സാമിനേഷൻ ജോലി കിട്ടുന്ന ഒരു നല്ല റാങ്കിൽ എത്താൻ കഴിയുള്ളൂ. അത്തരത്തിലുള്ള റാങ്ക് കിട്ടാൻ കഴിയുന്ന രീതിയിലാണ് ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവസാന നിമിഷമാണ് എന്ന് കരുതി ആരും ഇതിന് ജോയിൻ ചെയ്യാതിരിക്കരുത്. ഈ ഒരു സമയത്ത് ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഉയർന്ന റാങ്കിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഈ ബുക്ക് പർച്ചേസ് ചെയ്യുന്നതിനുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറക്കണ്ട, നിങ്ങളുടെ കൈക്കുമ്പിളിലാണ് സർക്കാർ ജോലി. അത് നിങ്ങൾക്കുള്ളതാണെന്ന് ഉറപ്പിച്ച് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.